ഇന്നലെ വീണ്ടും ഹൈക്കോടതിയിൽ DA വിഷയം വന്നു. ഉപഹർജിയായിട്ടാണ് വന്നത്. നേരത്തെ തന്നെ ഒരു ഹർജി എംപ്ലോയീസ് യൂണിയൻ, അതായത് മറ്റേ നമ്മുടെ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻകാർ ഒരു ഹർജി കൊടുത്തിരുന്നു. ഫെഡറേഷൻ ഓഫ് ആൾ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഒരു പരാതി കൊടുത്തിരുന്നു DA സംബന്ധിച്ച്. അതായത് 8 ഗഡുവായി ഇപ്പോൾ കൊടുക്കും എന്ന് പറയുന്ന ഈ DA സംബന്ധിച്ചാണ്. അപ്പോൾ അതിന് തർക്കം നടന്ന് കോടതി പലവട്ടം മാറ്റിവെച്ചിരുന്നപ്പോഴാണ് മാർച്ച് 31 മുമ്പ് ഈ ഗവൺമെൻറ്റിൻ്റെ മാർച്ച് 30, അതായത് ഇപ്പോൾ ഇന്നത്തേക്ക് മുമ്പ്, ഇന്ന് 5 മണിക്ക് മുമ്പ് 1 ഗഡു DA കൊടുക്കണം എന്നും ബാക്കി പലിശ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപഹർജി നൽകിയായിരുന്നു. ആ ഉപഹർജി ജസ്റ്റിസ് വിജു എബ്രഹാമാണ് എടുത്തത്. അപ്പോൾ അദ്ദേഹം ഇന്നലെ ഹർജി എടുത്തു. പക്ഷേ അതിൻ്റെ വിധി നല്ല തമാശയാണ്. തമാശ എന്ന് പറഞ്ഞാൽ കോടതിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം പ്രൊസീജിയർ അനുസരിച്ച് കോടതിക്ക് പോകാൻ പറ്റത്തുള്ളൂ. പ്രയർ എന്താണ്? 31-ാം തീയതി 5 മണിക്ക് മുമ്പേ റിലീസ് ചെയ്യണം 1 ഗഡു, പിന്നെ പലിശയും. സംഭവിച്ചതാണ് എന്താണ്? കോടതിയിൽ 13% DA കൊടുത്തു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് DA കൊടുക്കുന്നതിന് ഒരു നയപരമായ തീരുമാനമെടുക്കണം എന്നുള്ളതാണ് സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും സമയം വേണമെന്ന് സർക്കാരിൻ്റെ വക്കീൽ ചോദിച്ചു. അങ്ങനെ ഏപ്രിൽ 8 ഇത് പരിഗണിക്കാൻ മാറ്റിവെച്ചു. മാർച്ച് 31 മുമ്പേ തീരുമാനം എടുപ്പിച്ച് തരണം എന്ന് പറഞ്ഞ കാര്യമാണ് സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ PK ബാബു അറിയിച്ചത്. 8-ാം തീയതി വരെ സമയം വേണമെന്ന്. അങ്ങനെ 8-ാം തീയതി വരെ മാറ്റിവെച്ചു. 2021 ജൂലൈ മുതൽ 24 വരെയുള്ള DA കുടിശ്ശികയാണ് ലഭിക്കാൻ. ഇതിനെതിരെയാണ് സംഘടനകൾ ശക്തമായി ഹൈക്കോടതിയിലടക്കം എത്തിയത്. അതിലാണ് സർക്കാർ 8 ഗഡുക്കളായി നൽകാൻ തീരുമാനിച്ചത്. വിശദമായ ഉത്തരവ് ഇനിയും ഇറങ്ങിയിട്ടില്ലെന്ന് ആരോപണം ഉന്നയിച്ചാണ് മുതിർന്ന അഭിഭാഷകരായിട്ടുള്ള ജോർജ് പൂന്തോട്ടം മുഖേന മഹേഷ് ഉപഹർജി നൽകിയത്. ഒരു വേഗമായിട്ടുള്ളൊരു ഉത്തരവാണ് സർക്കാർ ഇറക്കിയത്. കാരണം ലീഡ് ചെയ്യുന്ന ഉത്തരവാണ്, അടുത്ത ഉത്തരവിലേക്ക് ലീഡ് ചെയ്യുന്ന ഉത്തരവാണ് ഇറക്കിയത്. ഇനി വരാൻ പോകുന്ന ഉത്തരവിൽ അല്ലെങ്കിൽ അടുത്ത ഉത്തരവിൽ വിശദാംശങ്ങൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ കിട്ടില്ല. പുതിയ ഉത്തരവ് വന്നേ കഴിയൂ. പുതിയ ഉത്തരവ് ഏപ്രിൽ 1 ശേഷം വരണം. അതുകൊണ്ട് കോടതി മാർച്ച് 31 മുമ്പ് തരാനുള്ളൊരു സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞാണ് ഇത് ചെയ്തത്. പക്ഷേ എന്ത് ചെയ്യാം, അത് നടന്നില്ല. വളരെ രസകരമായ ഒരു കാര്യമാണത്. കോടതി ഇന്ന് 5 മണിക്ക് മുമ്പേ റെഡിയാക്കി തരണം എന്നുള്ള സർക്കാർ ജീവനക്കാരുടെ അല്ലെങ്കിൽ അസോസിയേഷൻകാരുടെ ഒരു പരാതി കോടതി നമ്മുടെ ഗവൺമെൻറ് പ്ലീഡറുടെ അതായത് സർക്കാർ വക്കീലിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഏപ്രിൽ 8 മാറ്റിവെച്ചു. ഇനി തമാശ എന്തെന്ന് പറഞ്ഞാൽ ഏപ്രിൽ 8 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 4 പിന്നെ ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ 8-ാം തീയതി ഇതെടുത്തിട്ട് ഇനി എന്ത് സംഭവിക്കും നമുക്കറിയില്ല. എന്തായാലും ഞങ്ങളോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഇന്നലെ പോയ കേസ് എന്തായി എന്ന് വിളിച്ചു ചോദിച്ചതുകൊണ്ടാണ് ഒരു അപ്ഡേറ്റ് എന്നുള്ള നിലയിൽ ഞങ്ങൾ കൊടുക്കുന്നത്. ഒരു ഡിയുടെ ഒരു കുടിശ്ശികയെങ്കിലും ഉടൻ നൽകാമോ എന്നും കോടതി വാക്കാൽ ചോദിച്ചു. പക്ഷെ നൽകണമെന്ന് ഉത്തരവിട്ടിട്ടില്ല. പക്ഷേ വാക്കാൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ കോടതിയെ സംബന്ധിച്ചിടത്തോളം വാക്കാൽ ചോദിക്കുന്നതൊക്കെ ഒരു പ്രസക്തമാണ്. പക്ഷെ ഉത്തരവിട്ടാൽ മാത്രമേ അതിനകത്തൊരു നടപ്പിലാക്കണം എന്ന് പറയാൻ കഴിയുള്ളൂ. പക്ഷേ പിന്നെ ഒരു ബിജു എബ്രഹാമിൻ്റെ ബെഞ്ച് പറഞ്ഞു, സിംഗിൾ ബെഞ്ചാണ്, ബെഞ്ച് പറഞ്ഞു ഇത് നിങ്ങൾക്ക് 1 ഗഡു കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് സമയം വേണം എന്ന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സമയം വേണമെന്ന് പറഞ്ഞതിൻ്റെ സാഹചര്യത്തിൽ അത് 1 മാസത്തേക്ക് കൂടി 8-ാം തീയതിയിലേക്ക് കേസ് നീട്ടിവെച്ചിരിക്കുകയാണ്. ഒരാഴ്ചത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. ഇത് കുറേ കാലമായി ഇങ്ങനെ കേസ് നീട്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ഗവൺമെൻറ് പ്ലീഡർ സമയം വാങ്ങുകയാണ്. അല്ലെങ്കിൽ ഇത് കൊടുക്കാനാണെങ്കിൽ ഈ കോടതിയും കൂടെ ഇങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ ഒരു അനുകൂല നിലപാട് അങ്ങ് എടുപ്പിച്ചാൽ പോരെ. കോടതിയും കൂടെ ഒരു അനുകൂല നിലപാട് ഇങ്ങോട്ട് പറഞ്ഞാൽ സർക്കാരിന് എളുപ്പമായില്ലേ പണി, പെട്ടെന്ന് കൊടുക്കാമല്ലോ. ആ കോടതിയും കൂടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. ഇതിപ്പോൾ അതല്ല കേസ്. കോടതിയും കൊടുക്കാൻ പറഞ്ഞാലും കൊടുക്കില്ല, കോടതിക്ക് കേസെടുക്കാനും പറ്റുന്നില്ല, കേസ് തീർപ്പാക്കാനും പറ്റുന്നില്ല, വീണ്ടും സമയം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വളരെ മനോഹരമായ ഒരു രസകരമായ രീതിയിലാണ് 8 ഗഡുകൾ കൊടുക്കാൻ പോകുന്ന 21 മുതൽ ജൂലൈ മുതൽ 24 വരെയുള്ള വിവിധ ഗഡുക്കളായിട്ടുള്ള DA എപ്പോൾ കൊടുക്കുമെന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഞാൻ ഇപ്പോഴീ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം, ഹൈക്കോടതിയിൽ നിന്നുള്ള കേസുണ്ടായിരുന്നു. ആ കേസ് എന്തായി എന്ന് പലരും നമ്മളോട് വാട്സപ്പിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ചോദിച്ചു. സാർ ആ പരിപാടി എന്ന് പലരും വിളിച്ചുമൊക്കെ ചോദിച്ചു. ആ കേസ് എന്തായി,
അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചതുകൊണ്ടാണ് കേസിൻ്റെ അപ്ഡേറ്റിനാണ് ഈ വീഡിയോ ചെയ്തത്. കേസ് 8ലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി അവിടെ 8-ാം തീയതി എന്ത് സംഭവിക്കുമെന്നറിയില്ല. 9 തെരഞ്ഞെടുപ്പാണ്. അത് വീണ്ടും 1 പ്രാവശ്യം 2 പ്രാവശ്യം കൂടെ മാറ്റിവെച്ചാൽ പക്ഷേ ഗവൺമെൻറ് ഏത് വരട്ടെ എന്നുള്ളതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നത്. ചുരുക്കത്തിൽ മെയ് 9-ന് ശേഷം നീളാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ പുതിയ ഗവൺമെൻറ് ആയിരിക്കും ഇത് തരുന്നത്. അങ്ങനെ കാലം കഴിച്ച് ഉരുട്ടി പുതിയ ഗവൺമെൻറ് X ആയാലും Y ആയാലും തുടരുന്ന ഗവൺമെൻറ് ആയാലും പുതിയ ഗവൺമെൻറ് ആയാലും അവരെ മണ്ടയിലേക്ക് മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഒരു നല്ല അട്ടിമറി നമ്മുടെ ധനകാര്യ മന്ത്രി ഈ വകുപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കൈയടിക്കാം. ആവശ്യമായ സപ്പോർട്ട് നമുക്ക് വീണ്ടും കൊടുക്കാം. ഇതുപോലത്തെ അട്ടിമറികൾ നമുക്ക് കാത്തിരിക്കാം.